எதுக்குடா இங்க வந்த? ஏன்டா என்ன டென்ஷன் பண்ற? எங்க பார்த்தாலும் കൊണ്ടാണ് നിങ്ങൾ ഇസ്ലാമിന് മാത്രം ഫോക്കസ് ചെയ്ത് നിങ്ങൾ ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുന്നത്? ഉത്തരം നിങ്ങൾ കേട്ടിട്ടില്ല ഇത്രയും നാളായിട്ട്? ഞാൻ പല കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. എന്താ കേട്ടത്? പക്ഷെ എനിക്ക് കേട്ട കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്നുണ്ടെങ്കിൽ എന്നാ ഇസ്ലാം എന്തുകൊണ്ട് ഇസ്ലാമിനെ മാത്രം, അതിന്റെ ഉത്തരം പറയൂ. അപ്പൊ നിങ്ങൾ എന്ത് ഇസ്ലാമാണ് പേപ്പട്ടി മതം എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതെന്താണ് അങ്ങനെയൊക്കെ നിങ്ങൾ പറയുന്നേ? ഒരുപാട് പട്ടികൾ ഇവിടെ ഉണ്ട്, പക്ഷെ അതിൽ പേ പിടിച്ച, അതാ പറഞ്ഞ ഒരുപാട് മതങ്ങൾ ഇവിടെ ഉണ്ട്, പക്ഷെ പേ പിടിച്ച മതം ഇസ്ലാമാണ്. അതുകൊണ്ട് അതിന്റെ കാരണം എന്താ? ഇപ്പൊ ഈ വഖഫ് ഇഷ്യൂ എന്നോട് നിങ്ങൾ പറയണോ ആഗോള അതൊന്നും പറയില്ല. അതെന്താ പറയാൻ പാടില്ലാത്ത? അത് ഇസ്ലാമിന്റെ പ്രശ്നമല്ലേ? ഇനി അടുത്ത ചോദ്യം, ഇതാദ്യം തീരുമാനമാക്കും. കർണാടകയാണോ? അത് നിക്ക് ആദ്യം ഇത് തീരുമാനമാക്കുക, എന്നിട്ട് അടുത്തത്. ഓക്കെ, അങ്ങനെ ചാടിപ്പോകാൻ പറ്റില്ല. ഇസ്ലാം തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നു, ഇസ്ലാം മതേതരത്വത്തിന് വിരുദ്ധമാണ്, ഇസ്ലാം ജനാധിപത്യത്തിന് വിരുദ്ധമാണ്, ഇസ്ലാം സ്ത്രീകൾക്ക് എതിരാണ്. ഇപ്പോൾ അതേ സ്ത്രീകളുടെ പ്രസവം വീട്ടിൽ നടത്തണം എന്നുള്ളതിനെ കുറിച്ച് കൂടുതൽ പ്രസംഗിച്ചതാണ് ഉസ്താദുമാർ. ഇവിടെ പെണ്ണുങ്ങളെ വരെ കൊലക്കി കൊടുക്കുന്നു. ഇതുപോലെ പല പല പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ഇനി എന്താ വേണ്ടത്? എന്റെ ആശാനെ, ഏതെങ്കിലും ഒരാള്, ഏതെങ്കിലും ഒരു വ്യക്തികള് അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനകള് എന്തെങ്കിലും ചെയ്തെങ്കിൽ ഇസ്ലാമിന്റെ ഒട്ടകത്തിന്റെ മൂത്രം ഔഷധമാണെന്ന് പറഞ്ഞത് ആരാണ്? അത് നബി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ തള്ളൂ? അത് നമ്മൾ തള്ളൂ? അത് നമ്മൾ തള്ളത്തില്ല. അതെന്താ തള്ളാത്ത? അപ്പൊ ഒട്ടകത്തിന്റെ മൂത്രം ഔഷധമാണോ അല്ലേ? അത് ഔഷധമാണെന്നുള്ളത് സയന്റിഫിക് ഔഷധമാണോ അല്ലേ? നിങ്ങൾ ആദ്യം പറയും. സയൻസ് ഒക്കെ അവിടെ സയൻസ് ഒക്കെ അത് മണ്ണാങ്കട്ടയാണ്, ഉടായ്പാണെന്നാ പറഞ്ഞു വെച്ചിരിക്കുന്നത്. നിങ്ങൾ പറയും അത് ഔഷധമാണോ അല്ലേ? അത് എനിക്കറിയില്ല. അറിയില്ല. നിങ്ങൾ നബി പറഞ്ഞ കാര്യമാണ് ഞാൻ ചോദിക്കണത്. അത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ? ഇതൊന്നും അല്ല പ്രശ്നം. നിങ്ങളത് അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ? നബി പറഞ്ഞല്ല നമ്മൾ അംഗീകരിക്കുന്നു. അപ്പൊ ഒട്ടകമൂത്രം ഔഷധമാണ്, അത് നമ്മൾ അംഗീകരിക്കേണ്ടി വരും. നബി അംഗീകരിക്കേണ്ടി വരും. ഇത് തന്നെയാണ് ഇസ്ലാമിന്റെ കുഴപ്പം. അപ്പൊ നിങ്ങളും ഈ ചാണക സംഖ്യകളും തമ്മിൽ എന്താ വ്യത്യാസമുള്ളത്? ഇതിൽ ചാണക സംഖ്യകൾ എന്താണ് പറയുന്നത്? നിങ്ങൾ ഈ ഗോമൂത്രം കുടിക്കുന്നത് പ്രശ്നമാണെന്ന് പറയുന്നത്, നിങ്ങൾ ഒട്ടകമൂത്രം ഔഷധമാണെന്ന് പറയുമ്പോ നിങ്ങൾ അവർ തമ്മിൽ പിന്നെ എന്താണ് വ്യത്യാസം? അത് പറയൂ. നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്നാ പിന്നെ എന്താ പ്രശ്നം? ഇപ്പൊ തീവ്രവാദം പറയാൻ പാടില്ല, വഖഫിന്റെ പ്രശ്നം പറയാൻ പാടില്ല, യൂണിഫോം സിവിൽ കോഡ് പറയാൻ പാടില്ല, അതല്ലെങ്കിൽ ഇതുപോലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നം പറയാൻ പാടില്ല, കുട്ടികൾ നേരിടുന്ന മദ്രസ പീഡനം പറയാൻ പാടില്ല. ഞാൻ എന്താ പറയണ്ടേ? അത് പറയൂ. ഏത് ഇസ്ലാമിലെ ഏത് സ്ത്രീയാണ് നിങ്ങളോട് പ്രശ്നം? ഭാര്യയെല്ലാം പറയുന്ന ആയത്ത് ഏതാ? നമ്പർ പറയൂ. ഭാര്യത്തല്ല ഇസ്ലാം പറഞ്ഞിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് എനിക്കറിയില്ല. 4:34 എടുക്ക് ഖുറാനില്. ആയിഷ ബീവിന്റെ ഹദീസ് 4:34 ഖുറാനിൽ എടുക്കൂ. ഹദീസ് അല്ല പറഞ്ഞത്. ഒരു മിനിറ്റ്, ഞാൻ എടുക്കാം. എടുക്ക്, എന്നിട്ട് വായിക്കും. നമ്മളെടുത്ത് ഖുർആനൊക്കെ ഉണ്ട് കേട്ടാ. ഈ എല്ലാവരും അടുത്തുണ്ട്, നിങ്ങൾ എടുത്ത് വായിക്കും. ഈ ഉടായിപ്പ് നടക്കൂല. വായിക്കും. അതെ, വായിക്കും. എന്റെ അർത്ഥം വായിക്കും മലയാളത്തിൽ. വേണ്ട, അർത്ഥം വായിക്കേ, അതിലെഴുതിയിരിക്കുന്നു. അങ്ങനൊരു സാധനം വരില്ല കേട്ടാ. നിങ്ങൾ ഖുറാനിലെ അർത്ഥം വായിക്കുക സുഹൃത്തെ. നിങ്ങളുടെ കയ്യിൽ ഖുറാൻ ഉണ്ടെന്നല്ലേ ഇപ്പൊ വീമ്പ് പറഞ്ഞു. വായിക്കുന്ന ഒരു കാര്യം ഞാൻ പറയാം. അപ്പൊ ആദ്യം അർത്ഥം വായിക്കും, എന്നിട്ട് ബാക്കി കാര്യം പറയാം. നിങ്ങള് മെഴുകളൊക്കെ അവിടെ കൈവെക്കും, ആദ്യം അർത്ഥം വായിക്കും. പുരുഷന്മാർ സ്ത്രീകളുടെ മേൽ നിയന്ത്രണ അധികാരമുള്ളവരാകുന്നു, മനുഷ്യരിൽ ഒരു വിഭാഗത്തിലുള്ള അള്ളാഹു കൂടുതൽ കഴിഞ്ഞുകൊണ്ട്. ഉറക്കം വായിക്കേ, ക്ലിയർ ആയിട്ട് വായിക്കും. നിങ്ങൾ എന്ന് പറയുന്നത് അല്ല. നോക്കട്ടെ, ഒരു മിനിറ്റ്. എന്ത് നോക്കാൻ? അർത്ഥം മുഴുവൻ വായിക്കേ. പറയാൻ പറ്റുമോ? എന്നാൽ അനുസരണക്കേട് കാണിക്കുന്നു നിങ്ങൾ ആശങ്കിക്കുന്ന സ്ത്രീകളെ നിങ്ങൾ ഉപദേശിക്കുക, കിടപ്പറകളിൽ അവരുമായി അകന്നു നിൽക്കുക, അവരെ അടിക്കുകയും ചെയ്തു കൊള്ളുക. എന്താ പറഞ്ഞേ? അടിക്കുകയും ചെയ്തു കൊള്ളുക. അപ്പൊ നിങ്ങളല്ലേ പറഞ്ഞ ഖുറാനിൽ അങ്ങനെ ഉണ്ടാവില്ല. എന്നിട്ട് ഇപ്പൊ എന്താ പറഞ്ഞത് വായിച്ചത്? അതിന്റെ ഒക്കെ നമ്മളെ അപ്പൊ അടിക്കാൻ പറഞ്ഞ സാധനം ഇപ്പൊ നിങ്ങൾ ഖുറാനിൽ കണ്ടോ? ഇത് ശരിയാണോ? അല്ല, ശരിയാണോ? അത് അടിക്കാൻ പറയുന്നത് ശരിയാണോ? ഏത് സാഹചര്യത്തിലാണ്? ഏത് സാഹചര്യത്തിലായാലും ഭാര്യ അടിക്കാൻ പറയുന്നത് ശരിയാണോ? അല്ല. അത്ര തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അജേട്ടാ, നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ. അയ്യോ, കഴിഞ്ഞില്ല, ഇനി കൊറേണ്ട്. ചിരിച്ചിരി നമ്മൾ മണ്ണ് തപ്പും. നിന്റെ ഒരു കോമഡി പറഞ്ഞടാ. അപ്പോ കോയ ചെല്ലു. ഇതൊക്കെ തന്നെയാണ് ഇസ്ലാമിനെ വിമർശിക്കാനുള്ള കാരണം. നിങ്ങളെപ്പോലുള്ള ആളുകൾ ഇതിനെ സപ്പോർട്ട് ചെയ്ത് ഇതുപോലെ ന്യായീകരിക്കാൻ വെളുപ്പിക്കാൻ മുന്നോട്ട് വന്നാൽ നമുക്ക് ഇത് തന്നെ പറയാനുള്ളൂ. ഓക്കെ, ഒരു മിനിറ്റ്. ഇനി എന്താ വേണ്ടത് പറയൂ. ഞാൻ ചോദിക്കില്ല, നിങ്ങൾ എപ്പോ വിളിച്ചാലും നിങ്ങൾ ബാംഗ്ലൂരാണ്, ഹൈദരാബാദ്. അതൊക്കെ നമുക്ക് പല പല ആവശ്യങ്ങളുണ്ടാവും. അതൊക്കെ ഇപ്പൊ നിങ്ങളോട് പറയേണ്ട, നിങ്ങൾ എന്റെ വാപ്പയൊന്നുമല്ലല്ലോ. അല്ല, നിങ്ങളെന്താ ബോംബെ, നിങ്ങളെന്താ കേരളത്തില് നിക്കാത്തേ?
എനിക്ക് ഞാനിങ്ങനെ ബുറാക്കിന്റെ മുതൽ പാർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇടയ്ക്ക് ഞാൻ ഏഴാനാകാശത്തും പോകാറുണ്ട്. നിങ്ങൾ ഈ കാര്യം പറയൂ. എന്നെ ശരിക്കും മനസ്സിലായില്ല എന്ന് തോന്നുന്നു. എന്ത് ഞാൻ എവിടെ സഞ്ചരിക്കണം നിങ്ങളെ റിപ്പോർട്ട് ചെയ്യേണ്ട എന്ത് ബാധ്യത എനിക്കുള്ളത്? അതൊക്കെ വിടൂ. അതൊക്കെ എന്റെ പേഴ്സണൽ കാര്യങ്ങളാണ്. അതെന്തിനാ നിങ്ങൾ ചോദിക്കണേ? പേടിച്ച് മുങ്ങി അടക്കണ അല്ലേ? പേടിച്ച് മുങ്ങി അടക്കാം. ഞാനിവിടെ എല്ലാ ദിവസവും ജോലിക്ക് പോയി വരുന്ന ഒരാളാണ്. അതൊക്കെ നിങ്ങൾ വിടൂ. അതൊക്കെ നിങ്ങൾ വല്ല മദ്രസയിലും പോയി ഇറക്കും. നിങ്ങൾ വല്ല മദ്രസയിലും പോയി ഇറക്കും. ഓക്കെ, നിങ്ങൾ ഈ ഇസ്ലാമുമായി ബന്ധപ്പെട്ട കാര്യം ഉണ്ടെങ്കിൽ പറയൂ. വരുമാനവും മറ്റേ സംഖ്യകളുടെ ഫണ്ടിങ്ങും വെച്ചിട്ട് നിങ്ങൾ എന്തിനാ ജീവിക്കും? ജൂത ഫണ്ടും ഉണ്ട്, സംഖ്യകളുടെ ഫണ്ട് മാത്രമല്ല. എന്തെങ്കിലും നിങ്ങൾക്ക് വേണോ പൈസ? അങ്ങനെയല്ല ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ പൈസ വേണേ എത്രയാന്ന് പറ. പൈസക്ക് വേണ്ടി പിന്നെന്താ പ്രശ്നം? പൈസ നിങ്ങൾക്ക് കിട്ടിയാൽ പൊളിക്കോ? അല്ല, ഞാൻ ഒരു കാര്യം, നിങ്ങൾക്ക് ജീവിക്കാൻ പൈസ വേണ്ടേ? നിങ്ങൾ എന്താ മണ്ണാണോ വാരി തിന്നാറ്? ചെറിയൊരു കാര്യം, നിങ്ങൾ മണ്ണാണോ വാരി തിന്നാറ്? അല്ല, ഞാൻ നിങ്ങൾ മണ്ണാണോ വാരി തിന്നാറ്? മണ്ണ് ഈ ഭൂമിയിൽ ഒരു മനുഷ്യനും വാരി. അപ്പൊ പിന്നെ ഞാനും മണ്ണല്ല വാരി തിന്നുന്നത്. എനിക്കും പൈസ ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റുള്ളൂ. അത് ഞാൻ മാന്യമായ വഴിക്കൂടെ ഉണ്ടാക്കും. ഇവിടെ ഗോത്രം കൊള്ളയടിച്ചിട്ട് മമ്മദ് ചെയ്ത പണിയല്ല ഞാൻ ചെയ്യുന്നത്. ഓക്കെ, മമ്മദ് ചെയ്ത മാതിരി ഗോത്രം കൊള്ളയടിച്ച് പെണ്ണുങ്ങളെ കൊണ്ടുപോയി അടിമച്ചന്തയിൽ വിറ്റിട്ട് ആ കാശ് കൊണ്ടല്ല ഞാൻ ജീവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അതൊന്നും വെച്ചിട്ട് നമ്മൾ അളക്കാൻ വേണ്ടി വരണ്ട. ഇനി എന്താ? ഒന്ന് ഗോത്രം കൊള്ളയടിച്ചു, രണ്ട് അടിമച്ചന്തയിൽ വിറ്റു. തെളിവ് വരാൻ പറ്റും? തെളിവെടുക്ക്, ഹദീസ് എടുക്ക്, ഗൂഗിൾ എടുത്തിട്ട് ഞാൻ പറയുന്ന വാക്കുകൾ അടിക്കും. നിങ്ങൾ പറഞ്ഞു ബനു മുസ്തലിഖ് അടി. ബനു മുസ്തലിഖോ? അപ്പൊ എന്താ ഗൂഗിൾ അടിക്കണ്ടേ? നിങ്ങൾ ബനു മുസ്തലിഖ് അടിക്കേ. അതിനകത്ത് കോയിറ്റസ് ഇന്ററപ്റ്റസ് ഒന്നും കൂടി അടിക്കും. ഒരു മിനിറ്റ് നിങ്ങൾ നിർത്ത്. കോയിറ്റസ് ഇന്ററപ്റ്റസ് ഒന്നും കൂടി അടിക്കേ. നിങ്ങൾ പഠിക്കും. ഇത് എങ്ങനെ കണ്ടുപിടിക്കാനും കൂടി ഞാൻ പഠിപ്പിച്ചു തരാന്നേ. ഇപ്പൊ ഏതാ ഹദീസ് ഇനി കിട്ടുന്നില്ലെങ്കിൽ സഹീഹ് ബുഖാരി 4138 അടിക്കേ. നോട്ട് ഫൗണ്ട്. ഇങ്ങനെ ഹദീസൊന്നും ഇല്ലത്. നിങ്ങൾ അവിടെ എടുക്കുന്ന സഹീഹ് ബുഖാരി 4138 അവിടെ അടിക്കുക ഗൂഗിളിൽ. ഞാൻ അവിടെ എടുത്തു വെച്ചിരിക്കുക. വേണേ ഞാൻ വായിച്ചുതരാം. അതെ. ഐ എന്റർഡ് ദ മോസ്ക് ആൻഡ് സോ അബൂ സഈദ് അൽ ഖുദരി. അതൊക്കെ ഇവിടെ നിങ്ങൾ എടുത്തു നോക്കിയാൽ മതി. നമ്പറാണ് ഞാൻ പറയുന്നത്. ബുഖാരി 4138 sunna.com. ഇങ്ങനൊരു സംഭവം വരാൻ വഴിയില്ല. നിങ്ങൾ എടുക്ക്. ബുഖാരി 4138. ബനു മുസ്തലിഖ് ഇംഗ്ലീഷ് ആണ് വന്നത്. എനിക്ക് ഇംഗ്ലീഷ് വലിയ പിടുത്തമില്ല. അതെന്റെ പ്രശ്നമല്ല, നിങ്ങൾ വായിക്കത്. ശരി, ഒരു മിനിറ്റ്. എന്റെ അടുത്ത മോസ്ക് ആൻഡ് സോ അബൂ സയ്യിദ് ഇങ്ങനെയാണ് വന്നേക്കുന്നത്. വായിക്കും. അതിന് ഇനിയിപ്പോ ഞാൻ കാണിക്കണോ സ്ക്രീനിൽ? വേണമെങ്കിൽ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇനി വലിയ ബുദ്ധിമുട്ടാകണ്ട. നിങ്ങളൊരു പാവം മദ്രസ ജീവിയല്ല. ഞാൻ നിങ്ങളെ സഹായിക്കാം. Entered the mosque and saw Abu Sa'id al-Khudri and sat beside him and asked him about al-azl. എന്താണ് അസൽ? coitus interruptus. എന്താണ് coitus interruptus? അസൽ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? അസൽ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? അറിയില്ല. കോയിറ്റസ് ഇന്ററപ്റ്റസ് എന്ന് ആ വാക്ക് അവിടെ സെലക്ട് ചെയ്തിട്ട് ഒന്ന് ഗൂഗിൾ സെർച്ച് കൊടുത്തേ. അപ്പൊ അവിടെ കിട്ടും എന്താ അതിന്റെ അർത്ഥം. അതായത് ഡെഫിനിഷൻ പറയാം. കൊച്ചുങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവം. എന്താണത്? കോയിറ്റസ് ഇന്ററപ്റ്റസ് എന്താന്ന് പറയും. എന്താണ് കൊച്ചുങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നത്? കോണ്ടോട് തന്നെയാണോ കോയിറ്റസ് ഇന്ററപ്റ്റസ് എന്ന് പറയുന്നത്? അല്ല. പിന്നെന്താണ്? നിങ്ങളത് വായിക്കൂ. ഹദീസിലുള്ള വാക്കാണ് അസൽ ചെയ്യുക. അതിന്റെ അർത്ഥം അവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് കോയിറ്റസ് ഇന്ററപ്റ്റസ് എന്നാണ്. കോയിറ്റസ് ഇന്ററപ്റ്റസ് എന്താണെന്ന് നിങ്ങൾ വായിക്കും. അർത്ഥം വായിക്കൂ. ഗൂഗിളിൽ കണ്ടില്ലേ? എന്ത് വരാറാവുമ്പോ? രാജധാനി എക്സ്പ്രസോ? നിങ്ങളത് വായിക്കേ. അവിടെ ഉള്ളത് വായിക്കും. നിങ്ങളിങ്ങനെ നാണിച്ചാലോ? നമ്മൾ ഹദീസിലുള്ള സാധനമാണ് വായിക്കുന്നത്. നിങ്ങളിങ്ങനെ നാണിക്കരുത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമാണ്. നിങ്ങളത് വായിക്കേ. നിങ്ങൾ തരികട കൈ വെച്ചിട്ട് അത് വായിക്കും. അർത്ഥം വായിക്കും. കോയിറ്റസ് ഇന്ററപ്റ്റസിന്റെ അർത്ഥം വായിക്കും. നിങ്ങളുടെ ഗൂഗിൾ എന്താ പണി മുടക്കുകയാണ്? ഇന്നെന്താ അവിടെ ഹർത്താലാണോ? ചെറിയ ബുദ്ധി തോന്നിയതാണ്. ദൈവം അറിഞ്ഞു തന്നെയാ നിനക്കൊന്നും വലിയ ബുദ്ധി തരാതിരുന്നു. മെത്തേഡ് ഓഫ് contraception happens when you take the penis out of the vagina and ejaculate outside the vagina. എന്ന് വെച്ചാ you try to prevent pregnancy. എന്താണ് പ്രശ്നം? എന്താണ് എന്ന് മനസ്സിലായതെന്ന് പറഞ്ഞു. അതാണ് ഞാൻ നേരത്തെ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ. നിങ്ങൾ പറഞ്ഞില്ലല്ലോ. ക്ലിയർ ആയിട്ട് പറയൂ. എന്താ ഉദ്ദേശിച്ചെന്ന് പറയൂ. എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾ ലൈവിലിട്ട് ഞാൻ ചോദിക്കില്ലേ? എന്താ ലൈവിലിട്ട് ചോദിച്ചാൽ ഇത്ര മോശം കാര്യമാണ് ഹദീസിലുള്ളത്? അതെനിക്ക് അറിയില്ലായിരുന്നു കോയ. അന്തസ്. അപ്പൊ മുഹമ്മദ് നബി ഇത് പച്ചയ്ക്ക് ഹദീസിൽ എഴുതി വെക്കുമ്പോ അന്തസ്സൊന്നുമില്ല. ഇതിപ്പോ നിങ്ങൾ വായിക്കുമ്പോഴാണ് അന്തസ്സിന്റെ പ്രശ്നം വരുന്നത്. അപ്പൊ ഹദീസില് മുഹമ്മദ് നബി ഇതുപോലെ പറഞ്ഞു കിടക്കുന്നതും ഇതുപോലെ ഹദീസിൽ എഴുതി വെച്ചിരിക്കുന്ന നിങ്ങൾക്ക് അന്തസ്സിന്റെ കുഴപ്പമില്ല.
നിങ്ങൾക്ക് മ്ലേച്ഛതയായിട്ട് തോന്നുന്നത് എന്റെ കുഴപ്പമാണെന്ന് എങ്ങനെയാണ്? അസൽ ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ എന്ത് വലിയ സാധനമായിട്ട് നിങ്ങൾക്ക് തോന്നി? ശുക്ലം അകത്ത് കളയുന്നത് തടയാൻ വേണ്ടിയുള്ള വഴിയാന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മ്ലേച്ഛതയാണെന്ന് തോന്നുന്നു. അതെന്റെ പ്രശ്നമല്ല. അത് അറബിയിലുള്ള സാധനം മലയാളത്തിൽ പറഞ്ഞപ്പോൾ കുഴപ്പമാണ്. ഇതുവരെ കിട്ടിയത് മതിയായി. ശരി ആയിക്കോട്ടെ, അന്നത്തെ കാലഘട്ടത്തിൽ. അപ്പൊ എന്താ ഇസ്ലാം എല്ലാ കാലഘട്ടത്തിലേക്കും ഉള്ളതാണെന്നല്ലേ കോയ പറയാറ്? 100% അപ്പൊ പിന്നെ അന്നത്തെ കാലഘട്ടത്തിൽ എഴുതിയാന്ന് പറയുന്നത് ശരിയാവോ കോയ? നിങ്ങൾ കോയാന്ന് വിളിച്ച അപമാനിച്ചു. കോയാന്ന് വിളിച്ച അപമാനമൊന്നുമല്ല. ഞാനും ഒരു കോയയായിരുന്നു, ഇപ്പൊ എക്സ് കോയയാണ്. ഓക്കെ, കോയ എന്ന് പറയുന്ന ഒരു വിളിപ്പേരാണ്. മുഹമ്മദ് കോയ, കോയ മുഹമ്മദ്, ഇതൊന്നും കേട്ടിട്ടില്ലേ? എനിക്ക് വല്ല ഇംഗ്ലീഷ് വല്ല പിടുത്തമില്ല. ഇംഗ്ലീഷ് പിടുത്തല്ലേ? ആദ്യം പോയിട്ട് ABCD പഠിക്കുക, എന്നിട്ട് വാ. ഈ ശവത്തിൽ ഞാൻ ഇനിയും കുത്തും. എന്നെ അത്രയ്ക്ക് കുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ശരി. എന്നാ ഹദീസ് കിട്ടിയല്ലോ, ഉസ്താദിനെ കൊണ്ട് കാണിക്കുക, എന്നിട്ട് ചോദിക്കുക. അപ്പൊ ഇതിൽ ഉള്ളത് ഇത്രയേ ഉള്ളൂ. കൊള്ളയ്ക്ക് പോകുന്നു, ബനു മുസ്തലിഖ് കൊള്ളയ്ക്ക് പോയിട്ട് അവിടുന്ന് അറബി പെണ്ണുങ്ങളെ പൂശുന്നതിന്റെ കഥയാണ് ഈ പറയുന്നത്. അപ്പൊ അവരുടെ ചോദ്യം പൂശാമോ എന്നല്ല ചോദിച്ചിരിക്കുന്നത്, പൂശുമ്പോ ശുക്ലം എവിടെ കളയണം എന്നാണ് ഈ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ മുഹമ്മദ് നബി കൊടുക്കുന്ന ഉത്തരം, നിങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുപോയി കള, എന്തായാലും ജനിക്കാനുള്ള കുട്ടികളൊക്കെ ജനിക്കും എന്ന് പറഞ്ഞ് പൂശാൻ അനുവാദം കൊടുക്കുന്ന, ബലാത്സംഗത്തിന് കൂട്ടു നിൽക്കുന്ന, ബലാത്സംഗം ചെയ്യുന്ന മുഹമ്മദ് നബീനെയാണ് ഈ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുക. ഇതാണ് മുഹമ്മദ് നബി. ഇതിനെക്കുറിച്ച് നമ്മൾ പറയും. അപ്പം നിങ്ങൾ അവിടെ വന്നിട്ട് വെറുതെ കിടന്ന് നിലവിളിച്ചിട്ട് കാര്യമില്ല. ഇത് മ്ലേച്ഛതയാണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ എന്റെ പ്രശ്നമല്ല. ഒന്നുകുട്ടി തൽക്കാലം ഇത്രയും മതി, വരട്ടെ. Yeah.